DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 26 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുകയാണ്. ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യതയുള്ളത്. എന്നാൽ സംസ്ഥാനത്ത് നിലവിൽ പ്രത്യേക മഴ മുന്നറിയിപ്പുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം പ്രകാരം നാളെ മുതൽ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, 3 ആഴ്ച കൊണ്ട് 11,000 രൂപ ഇടിഞ്ഞ സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പവന് 200 രൂപയാണ് വർദ്ധിച്ചത്. 1,03,840 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 25 രൂപയാണ് കൂടിയത്. 12,980 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്തറിയിപ്പ്, പാസ്പോർട്ട് അപേക്ഷയുടെ ഫീസിന് വൻ വർധനവ് വരികയാണ്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 2,500 രൂപയാക്കി. 15 മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് 1,750 രൂപയുമായിരിക്കും ഫീസായി നൽകേണ്ടത്. പ്രായപൂർത്തിയായവർക്ക് 1,000 രൂപയുടെ വർധനവാണ് ഉണ്ടാവുക. തത്കാൽ പാസ്പോർട്ടിനും ഫീസ് വർധനവുണ്ട്. 60 പേജ് പാസ്പോർട്ടുകൾക്ക് 3,500 രൂപയാകും. തത്കാലിന് 5,000 രൂപയായും ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ 1,500 രൂപയായിരുന്നു 36 പേജ് പാസ്പോർട്ടുകളുടെ നിരക്ക്. ഇന്ത്യൻ പാസ്പോർട്ടുള്ളവർക്ക് നിലവിൽ 27 രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ സഞ്ചരിക്കാം. 47 രാജ്യങ്ങളിൽ വിസ ഓൺ അറൈവലിന് സൗകര്യമുണ്ട്. ഈ വിസ സൗകര്യം ഇന്ത്യക്കാർക്ക് നൽകുന്നത് 66 രാജ്യങ്ങളിലാണ്. അതേസമയം ഇന്ത്യൻ പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ലെന്നും അത് യാത്രാരേഖ മാത്രമാണെന്നും നേരത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. പൗരത്വം തെളിയിക്കുന്ന മറ്റ് രേഖകളുമായി പാസ്പോർട്ടിനെ താരതമ്യം ചെയ്യരുതെന്നും അധികൃതർ വിശദമാക്കി. അടുത്തറിയിപ്പ്, ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള അന്ത്യോദയ അന്നയോജന മഞ്ഞ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ മാറ്റത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിനായി 2013 ഭക്ഷ്യഭദ്രതാ നിയമം ഭേദഗതി ചെയ്യും. നിലവിൽ ഓരോ അന്ത്യോദയ കുടുംബത്തിനും അംഗങ്ങളുടെ എണ്ണം പരിഗണിക്കാതെ പ്രതിമാസം 35 കിലോ ഭക്ഷ്യധാന്യം നൽകുന്ന രീതി മാറും. പകരം ഓരോ അംഗത്തിനും 7 കിലോഗ്രാം വീതം നൽകും. എന്നാൽ കുടുംബത്തിന് ലഭിക്കാവുന്ന പരമാവധി ഭക്ഷ്യധാന്യം 35 കിലോ തന്നെയായി തുടരും. ഈ പുതിയ ഭേദഗതി പ്രകാരം കുറഞ്ഞ അംഗങ്ങളുള്ള, ഉദാഹരണത്തിന് 1-2 പേർ മാത്രമുള്ള അന്ത്യോദയ കുടുംബങ്ങൾക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 35 കിലോ ഭക്ഷ്യധാന്യം കുറയുമെങ്കിലും കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് അർഹമായ വിഹിതം കൃത്യമായി ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. അതോടൊപ്പം ജൂലൈ മാസം മുതൽ APL നീല കാർഡുകാർക്ക് ഗോതമ്പ് വിതരണം പുനരാരംഭിക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സാധാരണക്കാരായ നിരവധി APL കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. മുൻപ് നിർത്തലാക്കിയിരുന്ന ഈ ഗോതമ്പ് വിതരണം പുനരാരംഭിക്കുന്നതിലൂടെ വിപണിയിലെ വിലക്കയറ്റത്തിന് ഒരു പരിധിവരെ തടയിടാൻ സാധിക്കും. ജൂലൈ മാസം മുതൽ റേഷൻ കടകൾ വഴി 3 കിലോ വരെ ഗോതമ്പാണ് APL കാർഡുകാർക്ക് ലഭിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.